ഇന്ത്യക്ക് മേൽ അമേരിക്ക പിഴച്ചുങ്കം ഏർപ്പെടുത്തിയതിനു പിന്നിൽ റഷ്യൻ എണ്ണ കാരണമായിരുന്നില്ല എന്ന് റിസർവ് ബാങ്ക് ഇന്ത്യ മുൻ ഗവർണറും സാമ്പത്തിക വിദഗ്ധനുമായ രഘുറാം രാജൻ. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ 50% താരിഫിന് റഷ്യൻ എണ്ണ ഇറക്കുമതി കാരണമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനുമായുള്ള സൈനിക വെടിനിർത്തലിനെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ പരാമർശങ്ങളും കേന്ദ്ര സർക്കാർ അത് കൈകാര്യം ചെയ്ത രീതിയുമാണ് ഇതിന് കാരണമായി രഘുറാം രാജൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സൂരജ് സർവകലാശാലയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ. ട്രംപിന്റെ വാദം അംഗീകരിച്ച് പാകിസ്ഥാൻ ഒപ്പം നിന്നതുകൊണ്ട് അവർക്ക് താരിഫ് കുറച്ചെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യൻ എണ്ണ പ്രശ്നമായിരുന്നില്ല, വൈറ്റ് ഹൌസിലെ ഒരു വ്യക്തിത്വമായിരുന്നു പ്രധാന പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചതിന് ട്രംപ് ക്രെഡിറ്റ് നേടിയതിനു ശേഷം ഇന്ത്യ നടത്തിയ ചില പരാമർശങ്ങൾ കാരണമായി. പാകിസ്ഥാൻ ഇത് ശരിയായി ഉപയോഗിച്ചു. ട്രംപ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവർ പറഞ്ഞുവെന്നാണ് രഘുറാം രാജൻ പങ്കുവച്ചത്. ട്രംപിന്റെ സാന്നിധ്യമില്ലാതെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തിയിരുന്നതായി ഇന്ത്യ വാദിക്കാൻ ശ്രമിച്ചു. ഒരുപക്ഷെ സത്യം ഇതിനിടയിലായിരിക്കാം. എന്നാൽ ഇന്ത്യക്ക് 50% താരിഫും പാകിസ്ഥാന് 19% ലഭിച്ചുവെന്നതാണ് ഫലമെന്നും രഘുറാം രാജൻ പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് കാരണം താനാണെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിരുന്നു. തന്റെ ഇടപെടലാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. പാകിസ്ഥാൻ ഇത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഈ അവകാശവാദത്തെ പലപ്പോഴായി തള്ളിയിരുന്നു. പാകിസ്ഥാൻ സൈനിക ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ പ്രതിനിധിയെ നേരിട്ടുള്ള ചർച്ചകൾക്ക് സമീപിച്ചതിനെ തുടർന്നാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയതെന്നായിരുന്നു ഇന്ത്യയുടെ വാദം. ഇതിന് പിന്നാലെ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. യുക്രൈനുമായി യുദ്ധത്തിലേർപ്പെട്ട റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അധികം ചുങ്കം ഏർപ്പെടുത്തിയതിന്റെ യഥാർത്ഥ കാരണം റഷ്യൻ എണ്ണയല്ല എന്നാണ് രഘുറാം രാജൻ പറയുന്നത്.